ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് കേട്ടു. അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ യോഗം വിളിക്കുകയല്ലേ ചെയ്യേണ്ടത്? യോഗം വിളിച്ച് പരിഹരിക്കണ്ടേ? വസ്തുതകൾ അദ്ദേഹം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ വസ്തുതകൾക്കൊരു വിലയും അദ്ദേഹം കൽപ്പിക്കാത്തത് കൊണ്ടാണ്. യോഗം എത്ര വിളിച്ചിട്ടുണ്ടെന്നറിയാമോ? എന്തെല്ലാം നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നറിയാമോ? ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് റെയിൽവേയുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് 2024 ജനുവരി 31 അഡീഷണൽ ചീഫ് സെക്രട്ടറി കേരളത്തിലെ 2 റെയിൽവേ ഡിവിഷണൽ മാനേജർമാർക്ക് കത്ത് നൽകി. എന്ന് ജനുവരി 31 തിരുവനന്തപുരം ഡിവിഷൻ കത്തിന് മറുപടി തന്നെ നൽകിയില്ല. പാലക്കാട് ഡിവിഷനിൽ നിന്ന് 5/3/2024 2 മാസം കഴിഞ്ഞ് മറുപടി കിട്ടി. അല്ല, 1 മാസം കഴിഞ്ഞപ്പോൾ മറുപടി കിട്ടി. അതിനുശേഷം ഏപ്രിൽ 1/4/2024 അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ IASന്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ 2 റെയിൽവേ ഡിവിഷണൽ മാനേജർമാരെ ആയിട്ട് സംയുക്തമായ യോഗം ചേർന്നു. യോഗത്തിന് അവരെ വിളിച്ചു. പക്ഷെ ഉണ്ടായ അനുഭവം എന്താ? 2 DRMമാരും ആ യോഗത്തിൽ പങ്കെടുത്തില്ല. പകരം 2 ജൂനിയർ ഓഫീസർമാരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചതിൽ പങ്കെടുത്തത് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഏകോപനത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥ, തദ്ദേശ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടർ IAS ഉദ്യോഗസ്ഥൻ, സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 2 DRMമാരും പങ്കെടുക്കാൻ തയ്യാറായില്ല എന്ന് ഖേദപൂർവ്വം ഞാൻ പറയട്ടെ. വസ്തുത പറയുമ്പോൾ അത് പറയണമല്ലോ, അതുകൊണ്ടാണ്. മാത്രമല്ല, ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് എൻ്റെ കൈവശമുണ്ട്. ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിൽ 20 ആക്ഷണബിൾ പോയിൻറ്റ്സ് നിശ്ചയിച്ചു കൊടുത്തു. റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട നടപടികൾ 20 കാര്യങ്ങൾ. ആകെ 22 കാര്യങ്ങൾ തീരുമാനിച്ചു. 20 റെയിൽവേ ചെയ്യേണ്ട നടപടികൾ എന്ത് എന്ന് കൃത്യമായി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മിനിറ്റ്സിൽ തന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. അതിതാണ്: ദ ആബ്സെൻസ് ഓഫ് സീനിയർ മാനേജ്മെൻറ്റ് ഓഫ് ദ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അറ്റ് ദിസ് മീറ്റിംഗ് ഈസ് പെർട്ടിക്കുലർലി കൺസേണിംഗ് given the seriousness of the waste management issue. As this meeting directly follows the High Court's intervention and underscores the continued interest of the Honorable Court, a follow-up meeting will be convened with the senior management of the Tirunelveli division. എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി തന്നെ റെയിൽവേ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. എന്നിട്ടും സർക്കാരിൻ്റെ വിളിച്ചു ചേർത്ത ഈ മീറ്റിങ്ങിൽ റെയിൽവേയുടെ സീനിയർ മാനേജ്മെൻറ്റിനെ പ്രതിനിധീകരിച്ച് ആരും പങ്കെടുക്കാൻ തയ്യാറായില്ല. വൻകിട മാലിന്യ ഉൽപ്പാദകരുടെ കൂട്ടത്തിലാണ് റെയിൽവേ, ബൾക്ക് വേസ്റ്റ് ജനറേറ്ററാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഹൈക്കോടതി വലിയ വിമർശനവും റെയിൽവേക്കെതിരെ നടത്തുകയുണ്ടായി. കോടതി പറഞ്ഞു, മോസ്റ്റ് ഓഫ് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ദാറ്റ് ഈസ് ഫൗണ്ട് ത്രൂ ഔട്ട് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെയിൽവേ ട്രാക്സ് appears to be from the trains requiring the railways to be regarded as a bulk waste generator. Under the solid waste management handling rules, the railways have a responsibility to prevent such waste from being deposited on railway sidings and other properties. അതിൻ്റെ പ്രസക്തമായ ഭാഗം ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ റെയിൽവേയുടെ തന്നെ 2011 സർക്കുലറുണ്ട്. റെയിൽവേ ഭൂമിയിലെ മാലിന്യം റെയിൽവേ സംസ്കരിക്കേണ്ടതാണ്, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് റെയിൽവേയുടെ സർക്കുലറുണ്ട്. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2006 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് റെയിൽവേയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്. ഇതാ, വേസ്റ്റ് ജനറേറ്റർ മീൻസ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസിൻ്റെ 56, വേസ്റ്റ് ജനറേറ്റർ മീൻസ് and includes every person or group of person, every residential premises and non-residential establishments, including Indian Railways, defence establishments which generate solid waste. ഇത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂളാണ്. അപ്പോൾ റെയിൽവേ ഒരു വേസ്റ്റ് ജനറേറ്ററാണ്. ഇത്
നിയമത്തിൽ പറയുന്നു, ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, റെയിൽവേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന്. വസ്തുത എല്ലാവരും മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ഞാനാണ് നിർദ്ദേശിച്ചത്, നിങ്ങൾ സാധാരണ നോട്ടീസ് കൊടുത്താൽ പോരാ, പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്നും ഫൈൻ ചുമത്തുമെന്നും പറഞ്ഞുള്ള നോട്ടീസ്, അതിന് സമയം നിശ്ചയിച്ചു കൊടുക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഈ നടപടികളിലേക്ക് കിടക്കും. ആ നോട്ടീസ് 19/6 കിട്ടിയപ്പോഴാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ടൊരു നടപടി ഉണ്ടായത്. അങ്ങനെയാണ് റെയിൽവേ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചതും ആ കരാറുകാരൻ 3 തൊഴിലാളികളെ. അത് വേറൊരു പ്രശ്നമാണ്. ഈ കരാറുകാരൻ ഇതിന് എക്സ്പീരിയൻസ് ഉള്ള ആളാണോ, വൈദഗ്ധ്യമുള്ള ആളാണോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അത് വേറെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ആ തൊഴിലാളികൾക്ക് റെയിൽവേ ഏൽപ്പിച്ച കരാറുകാരൻ നിയോഗിച്ച തൊഴിലാളികൾക്ക് സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്, അന്വേഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഇതാണ് വസ്തുത. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് യോഗം വിളിക്കണ്ടേ എന്ന്. സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിലാണ് വ്യഗ്രത ഇവർക്കെല്ലാവർക്കും.